നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏകദേശം 74 ദിവസം നീണ്ടുനിന്ന ഒരു തിരച്ചിലിനിടയിലാണ് നമ്മുടെ കേരളീയനായ അർജുനൻ്റെ മൃതദേഹ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചത്. അർജുനൻ്റെ ലോറി കാണാതെ പോയതിനു ശേഷം 1-2 ദിവസത്തിന് ശേഷം തുടങ്ങി 72 ദിവസം നീണ്ടു നിൽക്കുന്ന ആ പ്രക്രിയയ്ക്ക് കേരളത്തിലെ എല്ലാ സാമാന്യ ജനങ്ങളുടെയിലും വലിയ പ്രാധാന്യത്തോടെയുള്ള അഭിപ്രായങ്ങളും അതിലേറെ വിഷമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അതിനുശേഷം 74-ാമത്തെ ദിവസം മൃതദേഹാവശിഷ്ടങ്ങളും ലോറിയും ലഭിച്ചതിന് ശേഷം ആ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷവും വിവാദങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത് സത്യത്തിൽ ദുഃഖകരമാണ്. നിരവധി ആൾക്കാരുടെ നിരവധി ദിവസങ്ങളിലെ പ്രയത്നമാണ് ആ ലോറി കണ്ടെത്തുവാനുണ്ടായ സാഹചര്യം എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ നടത്തിയ വാർത്താ പ്രക്ഷേപണങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ആ പ്രക്രിയയ്ക്ക് വേഗത കൂട്ടുവാൻ കാരണമായി എന്ന് വേണം പറയാൻ. അതിൽ നിന്ന് മുതലെടുക്കുവാൻ ശ്രമിച്ച പത്രസ്ഥാപനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സത്യം. നാം ഇത്തരത്തിൽ ഓർക്കേണ്ടത് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അർജുൻ്റെ കുടുംബം ഉൾപ്പെടെ മലയാളി ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഓർക്കേണ്ട സമയം, ഇപ്പോഴും ആ പുഴയുടെ അടിയിൽ നിന്നും കർണാടക സ്വദേശികളായ 2 പേരുടെ മൃതദേഹങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതാണ് സത്യം. മറ്റൊരു കാര്യം, നമ്മുടെ നാട്ടിലുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ നൂറുകണക്കിന് ആൾക്കാരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്താൻ ഉണ്ട്. ആ തെരച്ചിൽ തന്നെ കേരള സർക്കാർ അവസാനിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് ഇത് ഇത്ര വിവാദമാകുന്നു എന്ന് ചോദിച്ചാൽ 2-3 രീതിയിൽ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒന്ന്, ലോറിയുടെ ഉടമയായ മനാഫിൻ്റെ രംഗപ്രവേശം, അദ്ദേഹം തുടങ്ങിയ യൂട്യൂബ് ചാനൽ, പിന്നെ അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ, ഇവയൊക്കെ ഒരു കാരണമാകാം. പക്ഷേ കുടുംബം ഇത്തരുണത്തിൽ ഇത്ര പെട്ടെന്ന് അർജുനൻ്റെ ബോഡി നിമജ്ജനം ചെയ്തതിനു ശേഷമുള്ള കർമ്മങ്ങൾ തീരുന്നതിന് മുമ്പ് തന്നെ പത്രസമ്മേളനം വിളിച്ചത് ഒരിക്കലും ശരിയായില്ല എന്നാണ് പൊതുവിൽ എല്ലാവരുടെയും അഭിപ്രായം. അവരോടൊപ്പം നിന്നതാണ് കർണാടകത്തിലെയും കേരളത്തിലെയും ജനങ്ങൾ, ലോക മലയാളികൾ മുഴുവൻ. പിന്നെ എന്തിനവർ ഇത്തരത്തിൽ ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒരു അജണ്ട ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ദുരന്തങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിൽ എന്നും ഉണ്ട്. അവർക്ക് ഇതിൽ നിന്നൊന്നും ലഭിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതൊരു കാരണമാകാം. അർജുനൻ്റെ സഹോദരി ഭർത്താവ് പറയുന്നത് കേട്ടു, കേരള മുഖ്യമന്ത്രി ഏത് സമയം അദ്ദേഹത്തിന് വിളിക്കാൻ സാധിക്കുന്ന ആക്സസ് ഉണ്ടെന്നും അദ്ദേഹത്തിനെ കാണുന്നതിന് വേണ്ടി മറ്റൊരാളിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൗരസമിതിയുടെയോ സമയമോ സഹായമോ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായി. പക്ഷേ കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിച്ച കേരളത്തിലെ ഒരു എംപിയും ഒരു MLAയും കാർവാർ MLAയും നടത്തിയ സമ്മർദ്ദമാണ് ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിനും ഈ ബോഡി എടുക്കുവാനും കാരണമായത് എന്നുള്ളതാണ് സത്യം. ആ സത്യം നാം വിസ്മരിക്കാതിരിക്കുക. ഇതിൽ ആദ്യം വന്ന രഞ്ജിത്ത് ഇസ്രയേൽ, മനാഫ്, ഈശ്വർ മാൾപേ, കാർവാർ MLA, ഇവരെയൊക്കെ നാം അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഈ വിവാദങ്ങൾ വന്നുകൂടി ഇവരൊക്കെ ചെയ്ത നിസ്വാർത്ഥ സേവനത്തിന് വിലയില്ലാതായി തീർന്നു എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിലും എല്ലാ സേവനങ്ങളും വാങ്ങിയതിന് ശേഷം അവസാനം അതിനെ തള്ളിപ്പറയുന്നൊരു സ്വഭാവം മലയാളിക്കുണ്ട് എന്നുള്ളതാണ് സത്യം. എവിടെ ദുരന്തം ഉണ്ടെങ്കിലും മലയാളിയോട് ഓടിയെത്താറുണ്ട്, വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതിനുശേഷം പഴി നിൽക്കുന്നതും അതിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നവരായിരിക്കും എന്നുള്ളതാണ് സത്യം. മനാഫ് ലോറിയുടെ ശമ്പളം എന്ന രീതിയിൽ, ആ ഡ്രൈവറുടെ ശമ്പളം എന്നതിൽ 75,000 രൂപ കണക്ക് പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ ക്രഷറിൻ്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് പോലും നല്ല എമൗണ്ട് ശമ്പളം ലഭിക്കാറുണ്ട്. കമ്മീഷൻ ആയതുകൊണ്ട് അവരതുകൊണ്ടാണ് റോഡിൽ കൂടെ അത്ര വേഗത്തിൽ വാഹനം ഓടിച്ചു പോകുന്നതും ഒന്നിലധികം ലോഡുകൾ അല്ലെങ്കിൽ 1/2 ഡസൻ ലോഡുകൾ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത്. അന്തർ സംസ്ഥാനത്ത് പോകുന്ന ഡ്രൈവർമാർക്ക് ചെലവ് സഹിതം ഏകദേശം ഈ പറഞ്ഞ തുകയോ അതിന് മേളിലോ ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ മനാഫ് അവിടെ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അയാളുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് എടുത്തു പറഞ്ഞതുപോലെ തന്നെ അർജുനൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി ഒരു നല്ല തുക, ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അയാൾ നടത്തിയതെന്നാണ് അയാൾ പരോക്ഷമായി പറഞ്ഞത്. ഒരുപക്ഷെ കൂടുതൽ ചർച്ചയൊന്നും ചെയ്യാതെ തൻ്റെ തൊഴിലാളിയെ കൂടെ ചേർത്ത് നിർത്തിയതായിരിക്കാം മനാഫ് ചെയ്ത ഒരു കുറ്റം. അയാളുടെ കുടുംബത്തിൻ്റെ ഭാവി അയാൾ ചിന്തിച്ചിട്ടുണ്ടാവാം.
അവരെ സഹായിക്കണമെന്ന് അയാൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അതായിരിക്കാം അയാളുടെ പ്രവർത്തികളുടെ ആത്യന്തം എന്നെനിക്ക് തോന്നുന്നു. അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തു അർജുൻ്റെ കുടുംബത്തെ എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നു. അർജുൻ്റെ കുടുംബം നടാടെയല്ല പത്രക്കാരെ കാണുന്നത്. ഈ പ്രശ്നം ഉണ്ടായ നാൾ മുതൽ അവർ പത്രക്കാരെ കാണുകയും പത്രക്കാരുമായി നല്ല അടുപ്പം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഉടനെ ചെയ്യേണ്ട ഒരു കർമ്മമല്ല അവർ ചെയ്തെന്നുള്ളതാണ് സത്യം. അവരാലോചിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് ആദ്യം മുതൽ അവസാന സമയം വരെ നിന്ന ജനങ്ങൾ അർജുനന്റെ തിരോധാനത്തിൽ, അർജുനന്റെ മരണത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തി അവരോടൊപ്പം ചേർന്ന് അവരെ ചേർത്ത് പിടിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്. ഇതൊക്കെ ഒരു പൊതുമധ്യത്തിൽ വന്ന് പരസ്യമാക്കി വിവാദം സൃഷ്ടിക്കേണ്ട വിഷയങ്ങളല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായിരുന്നാലും നമ്മളെല്ലാം തന്നെ ചേർത്ത് പിടിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്ത സർക്കാരുകളും സർക്കാർ ഇതര സേവന സന്നദ്ധരായ ജനസാമാന്യത്തിന് മേലേറ്റ കനത്ത അവരുടെ കവളത്തേറ്റ ഒരടിയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്ന വിവാദങ്ങളല്ല നമുക്ക് വേണ്ടത്, അവയ്ക്ക് പരിഹാരങ്ങളാണെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ജാതിയും മതവും അപകട സ്ഥലത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ മറ്റൊരു വിശേഷണം കൂടി ഇതിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇവയൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. അർജുനന്റെ കുടുംബം തെറ്റിദ്ധരിക്കപ്പെടാൻ പാടില്ലായിരുന്നു. അതിൻ്റെ പിന്നിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ടെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു. അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ ഈ സമൂഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നെന്നാണ് ഇത്തരുണത്തിൽ അവരെ ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ വിവാദങ്ങളും കെട്ടടങ്ങട്ടെ, ആ കുടുംബത്തിനും നല്ല ഭാവി ഉണ്ടാകട്ടെ, നല്ല ഒരു തുക നഷ്ടപരിഹാരം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.